ഹലോ ഗൈസ്, നമ്മൾ ഓണപരിപാടി ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ പ്രോഗ്രാം എല്ലാം തുടങ്ങിയാണ്. ഞങ്ങൾ 10-12 വീടുകൾ തമ്മിലുള്ള ഓണപരിപാടിയാണിത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേ കൂട്ടായ്മയിലാണ്. ഇത് മറ്റുള്ള വില്ലക്കാർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഞങ്ങളെല്ലാ വർഷവും ഓണപരിപാടികൾ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ആഘോഷിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. കുട്ടികളടക്കം എല്ലാവരും ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട അത്തപ്പൂക്കളാണ്. അത്തപ്പൂക്കളം ചെറിയ രീതിയിൽ ഉള്ള അത്തപ്പൂക്കളം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടതാണ്. ഞങ്ങൾ വലിയവരുടെയും കുട്ടികളുടെയും എല്ലാം പ്രോഗ്രാമുകൾ തുടങ്ങണേ ഉള്ളൂ. വടംവലി, ഉറിയടി എല്ലാ മത്സരമുണ്ട്. ഉച്ചയ്ക്ക് സദ്യയുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള സദ്യയുണ്ട്. സദ്യക്ക് എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള പരിപാടിയാണ് ഇത്. എല്ലാ വില്ലക്കാർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഇതുപോലെ ഒരുമയും ഒത്തൊരുമയും കൂട്ടായ്മയും എല്ലാവർക്കും വേണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഓക്കെ, ഇനി പരിപാടിയിലേക്ക് പറഞ്ഞു. നമ്മളിനി നടത്താൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലേഡീസിൻ്റെയും കസരക്കളി, ലെമൺ സ്പൂണ്, പിന്നെ തിരുവാതിര, പിന്നെ സുന്ദരിക്ക് പൊട്ടതടൽ എല്ലാം ഇപ്പം തുടങ്ങുന്നതായിരിക്കും. ഈ വില്ലയിൽ എല്ലാവരും കൂടെ നടത്തുന്ന ഓണാഘോഷത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താക്സിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ PPRAയിലെ 4ാമത്തെ ഓണാഘോഷമാണ്. നമ്മൾ എല്ലാ വർഷവും അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഈ വർഷം അത് കുറച്ചും കൂടി വളരെ അടിപൊളിയായിട്ട് നമ്മൾ നടത്താൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആദ്യം തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തിരുവാതിര, ഡാൻസ്, വടംവലി, സദ്യ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്കെന്തോന്നാണ് പരിപാടി? നിനക്കെന്താണ് പറയാനുള്ളത്? പറഞ്ഞല്ലോ, താഴ്ച പറഞ്ഞല്ലോ, 4 വർഷം കൊണ്ട് നമ്മൾ നടത്തുന്നതാണ്. പക്ഷെ നമ്മൾ അതിലുപരി ഈ പ്രാവശ്യം നമ്മളെല്ലാവരും ഒരേപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇച്ചിരി കൂടി ഒന്ന് സെറ്റാക്കി ഓണാക്കി പവറാക്കി നമ്മളത് ഇവിടെ ഇറങ്ങുകയാണ് എല്ലാവരുമായിട്ട്. ഇനി നമുക്ക് കളികളിലോട്ട് പോവാം. ആദ്യം നമുക്ക് കളികളിലോട്ട് പോവാം. നമ്മൾ പറഞ്ഞ അതിന്റെ ഒരു മഹിമ തീർക്കണില്ല, കാരണം അതിന്റെ കൊച്ചുകാരാണ്. അപ്പൊ അതിന് മുമ്പേ നമുക്ക് കളികളിലോട്ട് പോയി ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് കാണാം. ഫുൾ ഓൺ ആൻഡ് പവറായിട്ട് അവിടെ നമ്മൾ വിളിക്കണ മതി. കൊളമാക്കോ നമ്മള്. ആര് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അറിഞ്ഞുകൂടെ രണ്ടും തുല്യ ഭാഗത്ത് നിൽക്കുകയാണ്. ആരാണ് കൊണ്ടുപോകുന്നത് പറയാൻ പറ്റില്ല. നാരങ്ങ പോയിരിക്കുന്നു. സനില ഫാസ്റ്റ്, സനില സെക്കൻഡ് എടുക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് പ്രൈസ് സജീർ, സാഗർ എല്ലാം സാ നോട്ടെ. 1 2 സ്പൂണിൽ നാരങ്ങ, വലിയ ആൾക്കാരുടെ സ്പൂണിൽ നാരങ്ങ കൊണ്ടുപോകണ മത്സരം കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെറിയ കുട്ടികളെ നാരങ്ങ കൊണ്ടുപോകണ മത്സരമാണ്. നമുക്കിനി അടുത്തത് കാണാം. ഇവർക്ക് രണ്ടോ ഇതുവരെ കൊണ്ടുവന്നോണ്ട് ജ്യൂസ് മാച്ച് ഒന്നുകൂടെ നമുക്ക് അവർക്ക് കൊടുക്കാം. സമാധാനത്തിൽ വരിക. ഇതാ രണ്ടുപേരും സ്പൂണിൽ നാരങ്ങ കൊണ്ടുപോകണ പരിപാടി കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി. പരിപാടി അടുത്തതായി കുട്ടികളുടെ ചുറ്റുഭാഗത്ത് നിന്ന് കല്ലെറിയുന്നതല്ല. അതെന്തിനാണ് ആ ടെക്നിക്ക്? എന്തിനാണ് ഒന്ന് പറഞ്ഞു തരൂ. അതുകൊണ്ട് എല്ലാരും 1 2 3 up, 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 up. Yo, up, up,
പതുക്കെ സമാധാനത്തിൽ മതി. ചെയ്യടാ, ആരും ചെയ്യടാ. ഇനിയുണ്ട്. ആരും കഴിച്ചില്ല നീ തന്നെ നെറ്റി പോയി. ഓ ഒന്നുകൂടി അടുത്തു. ആവേശം. അയ്യോ അതേപോലെ വീണ്ടും വീണ്ടും തളരരുത് കുഞ്ഞുങ്ങളെ, തളരരുത്. ഇന്നലെ പഠിപ്പിച്ചെന്ന് പറഞ്ഞല്ലേ? ഓണസദ്യ സമയമായി. സദ്യ കഴിക്കുകയാണ്. ആദ്യം കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുകയാണ്. എല്ലാവരും കഴിക്കുകയാണ്. നമ്മളെ സദ്യ. ഇതാണ് നമ്മളെ സദ്യ. ഇത് എല്ലാ കറികളുണ്ട്. അവിയൽ, തോരൻ, കിച്ചടി, പച്ചടി, മാങ്ങ എല്ലാം ഉണ്ട്. സൂപ്പർ സദ്യയാണ്. പരിപ്പും ചോറും കൂടെ കിടിലം. എല്ലാ കറികളും നല്ല ഗംഭീരമാണ്. നല്ല കറികളാണ് എല്ലാം. പരിപ്പും ചോറും സാമ്പാറിന് അഭിപ്രായം പറയുകയാണ്. സാമ്പാർ കിടു. സാമ്പാർ സൂപ്പർ ടേസ്റ്റ്. ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ്. ഈ കറികളിലേക്ക് ഏറ്റവും നല്ല കറി സാമ്പാർ തന്നെ എന്നാണ് തോന്നുന്നത്. നല്ല കറി, നല്ല ടേസ്റ്റുണ്ട്. അടപ്പായസമാണ് ഗൈസ്. അടപ്പായസം നല്ല മധുരവും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അടപ്പായസം. ഉരുട്ടി വെച്ചാണ് കുഴച്ചടി അങ്ങോട്ട് പെട്ടെന്ന്. അങ്ങനെ കൊള്ളാം.
ബിസ്ക്കറ്റ് മത്സരം കഴിഞ്ഞ് ഇനി അടുത്തത് കസേര കളി ആണ്. പിന്നെ അതും കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. നല്ല വെയിലാണെങ്കിലും നമ്മൾ കുട്ടികളും വലിയവരും നല്ല ആക്റ്റീവാണ്. ഇവരെയൊക്കെ മത്സരം കഴിഞ്ഞ് നന്നായിട്ട് കുട്ടികളും വലിയവരും ഒക്കെ സഹകരിച്ചു. നല്ല പരിപാടിയായിരുന്നു. ഇനി അടുത്തത് കസേര കളിക്ക് പോവാം. ഓക്കെ. സംശയമില്ലാതില്ല. മൂന്ന് പേർ രണ്ട് കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു കസേരയും രണ്ടുപേരും അതിവാശിയുമായി മത്സരമാണ്. ഒരു 7 പേര് പങ്കെടുത്ത മത്സരത്തിൽ 2 പേര് ആ കസേരയ്ക്ക് വേണ്ടി മത്സരിക്കാൻ നിന്ന് 7 പേര് മത്സരിക്കാൻ നിന്ന മത്സരത്തിൽ നിന്നും ഒരു കസേരയ്ക്ക് വേണ്ടി 2 പേർ, ഒന്ന് അനീഷ് ഒന്ന് കിച്ചു. ആര് വിട്ടുകൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് അവരെ കഴിവ് കണക്കനുസരിക്കും. തിരിച്ചു വന്നിരിക്കാൻ പാടില്ല. പാട്ട് ടൈം എടുത്തോട്ടെ. പാട്ട് ടൈം എടുത്തോട്ടെ. കുറച്ച് നേരമുണ്ട്. ഒന്നുകൂടെ കൊടുക്കാം. ഒന്നുകൂടെ ബസ്സല്ലേ പോട്ടെ. ഇത്ര പേര് 7 പേരിൽ നിന്ന് മത്സരിച്ച് 2 പേര് വന്നു. ഒന്നുകൂടെ ഒരു ചാൻസ് കൊടുക്കും. തിരിഞ്ഞു വന്നിരിക്കാൻ പാടില്ല. തിരിഞ്ഞു വന്നിരിക്കാൻ പാടില്ല. ലോകമെമ്പാടും കാണുന്നതാണ് ഈ വീഡിയോ. ഇതിൽ ഫസ്റ്റ് കിട്ടിയത് കീച്ചു. അടുത്ത വീണ്ടും അടുത്ത ഓടിക്കോ വാശി അറിയാ. ഒരു കസേര കുറഞ്ഞിട്ടുണ്ട്. ആ കസേര മാറ്റിക്കോ. റഷീദ ഔട്ട്.
ഏത് മാറേ അമ്മ ഓടുന്നുണ്ട് ഇടയിൽ കയറിയിരിക്കാം. ഏതേച്ചി ഔട്ട്, റഫറിയുടെ ഭാര്യ ഔട്ട്. പോയി വെയിറ്റ് ചെയ്ത് ഓടിക്കൊള്ളാം കിട്ടി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യരുത്. തിരിച്ചിറങ്ങ് 2 കറക്കം കഴിയുമ്പോ തിരിക്കി. ഓടിക്കോ ഈ കസേര വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അടുത്ത 4 കസേരയും 3 കസേരയും 4 പേരും. മൂന്ന് കസേരയും 4 പേരും. ഷൈലാൻഡിയാണ് ഒരു കസേര വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാണ്. ഷൈലാൻഡി കസേര പിടിക്കുമെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ആ 3 കസേര പോയി. ഇനി അടുത്ത് 2 കസേരയും 3 പേരും. തിരിഞ്ഞറിയിക്കോട്ടോ. ഒരു കസേരയും 2 പേരും. ഒന്ന് തൃശ്ശൂരും 1 കോട്ടയവും. എന്ത് വന്നാലും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറ്റുള്ളൂ. അത് കറക്റ്റാണ്. ഈ കസേരക്കുള്ള തിരുവനന്തപുരത്ത് തന്നെ പറയാം. അയ്യോ, ഷൈലാൻഡി ഔട്ട്. ഇതിന് ഫസ്റ്റ് പ്രൈസ് ജിഷ്മ. ഷൈലാൻഡിക്ക് സെക്കൻഡ് പ്രൈസ്.
ഓണപ്പരിപാടി